ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, സാഗിങ്, ഡാർക്ക് സ്പോട്ട് ഇങ്ങനെ 50കൾക്ക് ശേഷം മുഖത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുന്ന ഒരു ഓയിലുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ സൗന്ദര്യവർദ്ധനവിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു നാച്ചുറൽ ബോട്ടോക്സ് എന്ന് പറയാൻ സാധിക്കുന്ന അത്ഭുതകരമായ മാറ്റങ്ങൾ നമ്മുടെ മുഖത്ത് തരാൻ സാധിക്കുന്ന ഒരു ഓയിലാണിത്. അത് ഏതാണെന്നല്ലേ? അതാണ് കാസ്റ്റർ ഓയിൽ. നമ്മുടെ പ്രായത്തോട് പോരാടാൻ സാധിക്കുന്ന വളരെയധികം ബെനിഫിഷ്യലായ ഒരു ആൻറ്റി ഏജിങ് സീക്രട്ട് ഓയിൽ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു ഓയിലാണ് ഈ കാസ്റ്റർ ഓയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ ബാധിച്ച മുഖത്തെ നമുക്കൊന്ന് റേഡിയൻ്റ് ആക്കാനും യൂത്ത്ഫുൾ ആക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന കാസ്റ്റർ ഓയിൽ വെച്ചുകൊണ്ടുള്ള കുറച്ച് ഫേസ് പാക്കുകളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഐ എം കുക്കു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതുപോലെ ഒരു ബോട്ടിൽ കാസ്റ്റർ ഓയിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരുപാട് ഫേസ് പാക്കുകൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും. ചില ആളുകൾക്ക് വളരെയധികം മടിയുണ്ടാകും ഇത്തരത്തിലുള്ള ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കുക, അതൊക്കെ മുഖത്ത് അപ്ലൈ ചെയ്യുക. ഒരുപാട് സമയം പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ മടിയുള്ള ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ ഈ മുഖം നല്ല രീതിയിലാവണമെന്നും ക്ലീൻ ആവണമെന്നും ക്ലിയർ ആവണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ സാധിക്കുന്ന കുറച്ച് ആൻറ്റി ഏജിങ് ഫേസ് പാക്കുകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് കാസ്റ്റർ ഓയിലും അതോടൊപ്പം തന്നെ ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ സാധിക്കുന്ന കുറച്ച് മടിയുള്ള ആളുകൾക്കൊക്കെ വളരെയധികം യൂസ്ഫുൾ ആവുന്ന കുറച്ച് ഫേസ് പാക്കുകളാണ്. കണ്ണാടിയിൽ നോക്കാൻ പോലും നിങ്ങളെ മടുപ്പിച്ച് കളയുന്ന നിങ്ങളുടെ മുഖത്തെ ചുളിവുകൾ നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് ഈ കാസ്റ്റർ ഓയിൽ. അതുപോലെ ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഫ്രീ റാഡിക്കലുകളെ നശിപ്പിച്ച് കൊളാജിൻ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യുന്നു. അതുപോലെ നിങ്ങളുടെ വരണ്ടതും എണ്ണമയമില്ലാത്തതുമായ ചർമ്മത്തിൽ ആഴത്തിൽ പോയി മോയ്സ്ചർ ലോക്ക് ചെയ്യാനായിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ ഡാർക്ക് സ്പോട്ട്, പാടുകൾ ഇതൊക്കെ മാറ്റി അൺഈവനായിട്ടുള്ള ഒരു സ്കിന്നിനെ ഈവൻ ടോൺ ആക്കാനായിട്ടും ഏജിങ് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു വലിയ സൊല്യൂഷൻ കൂടിയാണ് ഈ കാസ്റ്റർ ഓയിൽ. ഇത് സ്കിന്നിനും ഹെയറിനും അതേപോലെ ഫേസിനുമൊക്കെ വളരെയധികം ബെനിഫിഷ്യലായിട്ടുള്ള ഒരു ഓയിലാണ്. പലപ്പോഴും നമ്മൾ ഇതിനെ മനസ്സിലാക്കിയിരിക്കുന്നത് മുടി വളരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നായിട്ടാണ്. എന്നാൽ മുടിക്ക് മാത്രമല്ല, ഇത് നമ്മുടെ സ്കിന്നിനും വളരെയധികം ഗുണകരമായിട്ടുള്ള ഒരു ഓയിലാണ്. ഇനി കാസ്റ്റർ ഓയിൽ വെച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാവുന്ന കുറച്ച് പാക്കുകൾ ഞാൻ പറഞ്ഞു തരാം. അതിൽ ആദ്യത്തേത് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ വെച്ചുകൊണ്ടുള്ളതാണ്. അത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് ഞാൻ പറയാം. അതിനായിട്ട് 1 ടീസ്പൂൺ കാസ്റ്റർ ഓയിൽ എടുക്കുക. അതിലേക്ക് 2 വൈറ്റമിൻ ഇ ക്യാപ്സൂളും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇവ രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്യാം. ഈ 2 ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് മാത്രം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്ന വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു പാക്കാണിത്. ഇത് രാത്രിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ കിടക്കുന്നതിന് ഒരു 20 മിനിറ്റ് മുൻപ് ഇത് അപ്ലൈ ചെയ്യുക. അതിനുശേഷം വാഷ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിറ്റേ ദിവസം നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് സ്റ്റിക്കി ആയിട്ട് കുറച്ച് ഒട്ടിപ്പിടിക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. കാരണം ഈ കാസ്റ്റർ ഓയിൽ എന്ന് പറയുന്നത് കുറച്ച് കട്ടിയുള്ളതാണല്ലോ. പക്ഷേ ഇതിൻ്റെ ഒരു റിസൾട്ട് നമ്മൾ കാണുമ്പോൾ പിന്നീട് നമുക്ക് അത് ചെയ്യാതിരിക്കാനായിട്ട് തോന്നില്ല. കാരണം അത്ര നല്ലൊരു റിസൾട്ട് തരുന്ന ഒരു പാക്കാണിത്. അപ്പോൾ എന്തായാലും ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. മടിയുള്ളവർക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കാവുന്ന ഒരു പാക്കാണ്. നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ. അതുപോലെ തന്നെയാണ് കാസ്റ്റർ ഓയിലും. ഈ രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക, മുഖത്ത് അപ്ലൈ ചെയ്യുക. വളരെ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആൻറ്റി ഏജിങ് പാക്കാണിത്. അപ്പോൾ ആദ്യത്തെ പാക്ക് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ വെച്ചുകൊണ്ടുള്ളതാണ്. ഇനി രണ്ടാമത്തേത് അലോവേറ റിപ്പയർ പാക്കാണ്. ഇത് വളരെയധികം ഡാമേജ്ഡ് ആയിട്ടുള്ള സ്കിന്നുള്ളവർക്കും അതേപോലെ ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ ബാധിച്ചിട്ടുള്ള ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പാക്കാണ്. ഇത് അലോവേറ വെച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് ഞാൻ പറയാം. അതിനായിട്ട് 2 ടീസ്പൂൺ അലോവേറ എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ കാസ്റ്റർ ഓയിലും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇവ രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഈ അലോവേറയും കാസ്റ്റർ ഓയിലും നല്ലതുപോലെ മിക്സ് ചെയ്യണം. അപ്പോൾ ഇതൊരു ക്രീം കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഒരു വൈറ്റ് കളറിൽ ഇത് വരും. ഇത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക്
ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. വളരെ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന പാക്കാണിത്. നമ്മുടെ മുഖത്തുള്ള ഫൈൻ ലൈൻസും റിങ്കിൾസും സാഗിങ്ങും ഒക്കെ നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു പാക്ക് നമ്മളെ സഹായിക്കും. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അലോവേറ ജെല്ല് വേണം ഇതിന് യൂസ് ചെയ്യാനായിട്ട്. നല്ല ബ്രാൻഡിൻ്റെ അലോവേറ ജെല്ല് ഇതിനായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. അലോവേറയുടെ ഗുണങ്ങൾ അറിയാമല്ലോ. അപ്പോൾ പിന്നെ ഈ അലോവേറയും കാസ്റ്റർ ഓയിലും കൂടെ ചേരുമ്പോൾ നമുക്ക് വളരെ വലിയൊരു റിസൾട്ടായിരിക്കും കിട്ടുന്നത്. ഈ ഒരു പാക്കിന് രണ്ടുണ്ട് ഉപയോഗങ്ങൾ. കാരണം ഈ ഐലാഷസ് കുറവുള്ള ആളുകൾക്ക്, കൺപീലി നല്ല രീതിയിൽ കൊഴിഞ്ഞ് തുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു പാക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരു ഇയർബഡിൽ ഇത് മുക്കി നമ്മുടെ കൺപീലിയിൽ തേച്ച് കൊടുക്കുവാണെങ്കിൽ അത് നല്ല രീതിയിൽ അത് വളരാനായിട്ട് സഹായിക്കും. പിന്നെ ഈ ഒരു പാക്ക് രാത്രിയിൽ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ കുറച്ച് നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി അടുത്തത് ഹണി ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു പാക്കാണ്. ഈ മെനോപോസിനൊക്കെ ശേഷം മുഖം വളരെയധികം സാഗ് ചെയ്തിട്ടുള്ള ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ വന്നിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്നൊരു നല്ലൊരു ചേഞ്ച് കൊണ്ടുവരുത്താനായിട്ട് സഹായിക്കുന്ന ഒരു പാക്കാണ് ഈ ഹണി ഉപയോഗിച്ചുകൊണ്ടുള്ളത്. ഹണി നമുക്കറിയാമല്ലോ, ഒരു നാച്ചുറൽ മോയ്സ്ചറൈസറാണ്. അപ്പോൾ അത് കാസ്റ്റർ ഓയിലും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു റിസൾട്ട് നമുക്ക് തരുന്നതായിരിക്കും. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് ഞാൻ പറയാം. അതിനായിട്ട് 1 ടീസ്പൂൺ കാസ്റ്റർ ഓയിൽ എടുക്കുക, അതിലേക്ക് 1 ടീസ്പൂൺ ഹണി കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇവ രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമുക്കറിയാം, പ്രായം മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ സ്കിന്ന് വളരെയധികം ഡ്രൈ ആവാറുണ്ട്. അപ്പോൾ ആ ഡ്രൈനെസ് ഒക്കെ മാറ്റുവാനായിട്ടും അതേപോലെ തന്നെ വളരെയധികം പ്രോമിനൻ്റ് ആയിട്ടുള്ള ആ ഒരു ഫൈൻ ലൈൻസും റിങ്കിൾസിനെയൊക്കെ നല്ല രീതിയിലൊന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ടും ഈ ഒരു പാക്ക് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 3 ആൻറ്റി ഏജിങ് പാക്കുകളും നിങ്ങളുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏതാണോ പെട്ടെന്ന് തയ്യാറാക്കാൻ സാധിക്കുന്നത് അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിത് യൂസ് ചെയ്തിരിക്കണം. നിങ്ങൾക്ക് എല്ലാ ദിവസവും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന പാക്കുകളാണ് ഇവ 3 കിടക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ഇത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക. ഒരു 20 മിനിറ്റിന് ശേഷം വാഷ് ചെയ്യുക. വളരെ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ടും കിട്ടുകയുള്ളൂ. അത് ഓർമ്മ വേണം. അപ്പോൾ കൃത്യമായിട്ട് ഒരു ടൈം ടേബിൾ പോലെ നിങ്ങളിത് ചെയ്യുവാണെങ്കിൽ വളരെ വലിയ മാറ്റം, വളരെ അത്ഭുതകരമായ മാറ്റം നിങ്ങളുടെ മുഖത്ത് ഉണ്ടാവുന്നതായിരിക്കും. ഇനി ആൻറ്റി ഏജിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന, അതോടൊപ്പം തന്നെ സ്കിൻ ബ്രൈറ്റനിങ്ങിനും വളരെയധികം സഹായിക്കുന്ന കാസ്റ്റർ ഓയിൽ വെച്ചുകൊണ്ടുള്ള കുറച്ച് ഫേസ് പാക്കുകളാണ് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അതിലാദ്യത്തേത് ലെമൺ ജ്യൂസ് വെച്ചുകൊണ്ടുള്ളതാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് പറയാം. അതിനായിട്ട് 1 ടീസ്പൂൺ കാസ്റ്റർ ഓയിൽ എടുക്കുക, അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് 1 ടീസ്പൂൺ തൈരും കൂടി അതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് ഇവയെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്കൊരു അരമണിക്കൂറിന് ശേഷം ഫേസ് വാഷ് ചെയ്യാം. ഇത് സ്കിൻ ബ്രൈറ്റനിങ്ങിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് ഒന്ന് ലെമൺ ജ്യൂസും അതേപോലെ തന്നെ തൈരുമാണ്. നമുക്കറിയാം, ഇത് രണ്ടും സ്കിൻ ബ്രൈറ്റനിങ്ങിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കാസ്റ്റർ ഓയിലുമായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ വളരെ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണിത്. അപ്പോൾ ഇത് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്തൊരു ബ്രൈറ്റനിങ് പാക്ക് എന്ന് പറയുന്നത് ടേർമറിക് വെച്ചുകൊണ്ടുള്ളതാണ്. മഞ്ഞൾ വെച്ചുകൊണ്ടുള്ള ഒരു പാക്കാണ്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് ഞാൻ പറയാം. അതിനായിട്ട് നമുക്ക് 1 ടീസ്പൂൺ കാസ്റ്റർ ഓയിൽ എടുക്കുക, അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ കൂടി ആഡ് ചെയ്യുക. കസ്തൂരി മഞ്ഞളാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇതുകൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. നല്ലതുപോലെ വാഷ് ചെയ്ത് ക്ലെൻസ് ചെയ്ത ഫേസിൽ വേണം നമ്മളിത് ഓരോ പാക്കുകളും അപ്ലൈ ചെയ്യാനായിട്ട്. ഇത് അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഒരു അരമണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്യാവുന്നതാണ്. ഇതും സ്കിന്ന് നല്ല രീതിയിൽ ബ്രൈറ്റ് ആവാനായിട്ടും അതേപോലെ ഡാർക്ക് സ്പോട്ട്, പിഗ്മെൻറ്റേഷൻ ഇതൊക്കെ നല്ല രീതിയിലൊന്ന് കുറയ്ക്കുവാനായിട്ട് സഹായിക്കുന്ന ഒരു പാക്കാണ്. ഇനി അടുത്തത് പപ്പായ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു ബ്രൈറ്റനിങ് ഫേസ് പാക്കാണ്. അതിനായിട്ട് നല്ല പഴുത്ത പപ്പായ എടുക്കുക, അത് മിക്സിയിലടിച്ച് ജ്യൂസാക്കി എടുക്കുക. ഒരു 2 ടീസ്പൂൺ പപ്പായ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ളൂ. അതിലേക്ക് 1 ടീസ്പൂൺ കാസ്റ്റർ ഓയിലും കൂടി ആഡ് ചെയ്ത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുഖത്ത് നല്ലതുപോലെ, മുഖത്തും അതേപോലെ തന്നെ നമ്മുടെ കഴുത്തിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതും വളരെയധികം ഇഫക്റ്റീവായിട്ടുള്ള ഒരു പാക്കാണ്. നമ്മുടെ അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോണൊക്കെ മാറ്റി ഈവൻ ടോൺ ആവാനായിട്ടും സ്കിന്ന് നല്ല ബ്രൈറ്റൻ ആവാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണിത്. ഇനി അടുത്തൊരു പാക്ക് എന്ന് പറയുന്നത് ആൻറ്റി ഏജിങ്ങിനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ സ്കിൻ ബ്രൈറ്റനിങ്ങിനും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്.
അതിനായിട്ട് നമുക്കൊരു ബനാനയാണ് ആവശ്യമായിട്ടുള്ളത്. ഒരു പകുതി ബനാന മതിയാവും. അത് അരിഞ്ഞ് നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ടടിച്ച് നമുക്കൊരു ജ്യൂസാക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കാസ്റ്റർ ഓയിൽ ആഡ് ചെയ്യുക, 1/2 ടീസ്പൂൺ ഹണിയും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇവ മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. വളരെയധികം നല്ല രീതിയിൽ നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ആവാനായിട്ടും അതേപോലെ തന്നെ റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യാനായിട്ടും സഹായിക്കുന്ന ഒരു പാക്കാണിത്. ഇനി അടുത്തൊരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് കോക്കനട്ട് മിൽക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ്. തേങ്ങാപ്പാൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അതിനായിട്ട് നമുക്ക് ഇവിടെ ആവശ്യം 1 ടീസ്പൂൺ കടലമാവ് എടുക്കുക, അതിലേക്ക് 2 ടീസ്പൂൺ തേങ്ങാപ്പാലും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കാസ്റ്റർ ഓയിലും കൂടി ആഡ് ചെയ്യുക. ഇവ മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതും വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇത് തയ്യാറാക്കി നമുക്ക് കുറച്ച് ദിവസം ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതുമാണ്. ഇനി അടുത്തൊരു പാക്ക് എന്ന് പറയുന്നത് എഗ് വൈറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ്. എഗ് വൈറ്റ് നമുക്കറിയാം വളരെയധികം ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നാണ്. നമ്മുടെ സാഗിങ്ങും അതേപോലെ തന്നെ ഫൈൻ ലൈൻസിനെയും റിങ്കിൾസിനെയൊക്കെ നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇതിനി എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, എഗ് വൈറ്റ് എടുക്കുക, അതിലേക്ക് 1 ടീസ്പൂൺ കാസ്റ്റർ ഓയിലും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇവ രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്തൊരു പത പോലെ ഇത് വരണം. എന്നിട്ട് ഇത് നിങ്ങളുടെ മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. നല്ലൊരു റിസൾട്ട് കിട്ടുന്നൊരു പാക്കാണ്. കാരണം ഇതിനകത്ത് ചേർന്നേക്കുന്നത് എഗ് വൈറ്റും അതേപോലെ തന്നെ കാസ്റ്റർ ഓയിലുമാണ്. രണ്ടും ആൻറ്റി ഏജിങ് ബെനിഫിറ്റ്സ് ഉള്ള 2 ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അടുത്തത് ക്യാരറ്റ് വെച്ചുകൊണ്ടുള്ള ഒരു പാക്കാണ്. ക്യാരറ്റ് നമുക്കറിയാം സ്കിന്ന് ബ്രൈറ്റനിങ്ങിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് 1 ക്യാരറ്റാണ് ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഈ ക്യാരറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്തതിന് ശേഷം ഇത് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി ഇതെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ കടലമാവ് ആഡ് ചെയ്യുക, 1 ടീസ്പൂൺ കാസ്റ്റർ ഓയിലും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇവ മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ വാഷ് ചെയ്ത ക്ലെൻസ് ചെയ്ത ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതും വളരെ നല്ലൊരു പാക്കാണ്. ഇത് നിങ്ങൾക്ക് കുറച്ച് 3-4 ദിവസം നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാവുന്ന ഒരു പാക്ക് കൂടിയാണ്. അപ്പോൾ ഇതും നിങ്ങൾ വീട്ടിൽ തന്നെ ഉള്ളൊരു കാര്യമാണ് ക്യാരറ്റ്, അല്ലേ? നമ്മൾ പച്ചക്കറി മേടിക്കുമ്പോഴെല്ലാം അതിനോടൊപ്പം ഒരു ക്യാരറ്റും എന്തായാലും ഉണ്ടാകും. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കാവുന്ന ഒരു പാക്കാണ്. വളരെയധികം നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കും കൂടിയാണ്. ഇനി അടുത്തതായിട്ട് അവക്കാഡോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്കാണ്. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു 2 ടീസ്പൂൺ അവക്കാഡോ എടുക്കുക, അതിലേക്ക് 1 ടീസ്പൂൺ ഓട്സും കൂടി ആഡ് ചെയ്യുക. ഓട്സ് നല്ല രീതിയിൽ പൊടിച്ച് നല്ല ഫൈനാക്കി പൊടിച്ച ഓട്സും കൂടി ആഡ് ചെയ്യുക. 1 ടീസ്പൂൺ കാസ്റ്റർ ഓയിലും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇവ മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതും വളരെ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു പാക്കാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ബ്രൈറ്റനിങ് ഫേസ് പാക്കൊക്കെ തന്നെ നമുക്ക് ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ. പതിയെ പതിയെ ഈ ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓരോ ദിവസം കഴിയുമ്പോഴും നിങ്ങൾ കണ്ണാടിയിൽ നോക്കുക, അതിൻ്റെ ഒരു ചേഞ്ച് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 1-2 ദിവസം ഉപയോഗിച്ചു, അതിനുശേഷം പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ട് പിന്നെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് യാതൊരു റിസൾട്ടും കിട്ടുകയില്ല. ഈ തരത്തിലുള്ള ഫേസ് പാക്കുകൾ അതേപോലെ തന്നെ നമ്മുടെ സ്കിൻ കെയർ ഒക്കെ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കാസ്റ്റർ ഓയിലാണ്. കാസ്റ്റർ ഓയിൽ വെച്ചുകൊണ്ടുള്ള ഫേസ് പാക്കുകളാണ് ഞാൻ പരിചയപ്പെടുത്തിയത് മുഴുവനും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കാസ്റ്റർ ഓയിൽ വാങ്ങുമ്പോൾ നല്ല ബ്രാൻഡിൻ്റേത് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അർബൻ ബൊട്ടാണിക്സിൻ്റെ വളരെ നല്ല കാസ്റ്റർ ഓയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ ഷെയർ ചെയ്ത ഈ ഫേസ് പാക്കുകളൊക്കെ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും. ഇതൊക്കെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എനിക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. എനിക്കറിയാം നിങ്ങളത് ചെയ്യുമെന്നറിയാം. പല വീഡിയോസിൻ്റെ കമൻസിലും നിങ്ങളതൊക്കെ ചെയ്തു നോക്കി നല്ല റിസൾട്ട് കിട്ടിയെന്നൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവാറുണ്ട്. തീർച്ചയായിട്ടും ഇതേപോലെ തന്നെ നിങ്ങളുടെ ഒരു സപ്പോർട്ട് എനിക്ക് തുടർന്നും ഉണ്ടാവണം. അപ്പോൾ ഇതൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്കിന്ന് വളരെയധികം ഗ്ലോ ആവട്ടെ, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആത്മവിശ്വാസവും.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.